നമസ്കാരം. ഇന്നലെ വയനാട് മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടലിന് ശേഷമുള്ള ടൗൺഷിപ്പ് നിർമ്മിച്ചത് കാണാൻ മമ്മൂക്ക പോയിരുന്നു. മമ്മൂട്ടി അവിടെ ചെന്ന് അതിനെ അഭിനന്ദിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടൗൺഷിപ്പ് വേണം, ടൗൺഷിപ്പാണ് വേണ്ടത്, ഇൻഡിവിജ്വൽ വീടുകളല്ല എന്ന് ആദ്യമായി പൊതുസമൂഹത്തോട് പറയുന്നത് ഞാനാണ്. ഞാനിത് ഉറപ്പിച്ച് പറയുന്നത് ചാനൽ വഴി, സാറ്റലൈറ്റ് ചാനൽ വഴി, ന്യൂസ് 18 ചാനൽ വഴി പറയുകയും മറ്റ് ചാനലുകളിൽ പറയുകയും എൻ്റെ ചാനൽ വഴി പറയുകയും ടൗൺഷിപ്പ് കൃത്യമായി വേണം എന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ ടൗൺഷിപ്പ് നന്നായിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അവിടെ പോയി ഒന്ന് കാണുകയും വേണം. അപ്പോഴും മമ്മൂട്ടി ഇന്നലെ അവിടെ പോയി നിന്നു. മമ്മൂട്ടിയുടെ അടുത്ത് നിന്ന് ആരോ സെൽഫി എടുക്കാൻ ശ്രമിച്ചു. അത് CPM-ൻ്റെ ഏതോ ലോക്കൽ നേതാവാണ്. അപ്പം മമ്മൂട്ടി പറഞ്ഞു, നിങ്ങൾ മാറി നിൽക്കൂ, ഞാൻ CPM-ൻ്റെ ഒരു അംബാസഡറായിട്ട് വന്നതല്ല. മമ്മൂട്ടി അത് പറഞ്ഞതിനോടല്ല നമുക്ക് എതിർപ്പ്. മമ്മൂട്ടി കൈരളി ചാനലിൻ്റെ ചെയർമാനും മറ്റുമാണ്. അപ്പോൾ കൈരളി ചാനലിൻ്റെ ചെയർമാനാണ്. ഒരു ഇടതുപക്ഷ ലൈനിൽ എപ്പോഴും പക്കയായിട്ട് ചിന്തിച്ച് നിൽക്കുന്ന ആളാണ്. പിണറായിയുടെ വളരെ വേണ്ടപ്പെട്ട ആളാണ്. മമ്മൂട്ടിക്ക് ഇപ്രാവശ്യം പത്മഭൂഷൺ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വലിയ ബഹളം കേരള ഗവൺമെൻറ് ഉണ്ടാക്കുകയും ചെയ്തു, പിണറായിയൊക്കെ. പക്ഷേ അത് കൊടുക്കുകയും ചെയ്തു കേന്ദ്ര ഗവൺമെൻറ്. ഇവിടെ മോഹൻലാലും ഉണ്ട്, മമ്മൂട്ടിയുണ്ട്. ഒന്ന് ലാലേട്ടൻ, ഒന്ന് മമ്മൂക്ക. മലയാളിയുടെ ഒരു വലിയ ഗുണം എന്തറിയാവോ? കൃത്യമായി ജാതിയുണ്ട് മലയാളിക്ക്, മതവുമുണ്ട്. അത് കണ്ടാണ് ലാലേട്ടൻ വന്നപ്പോൾ മമ്മൂക്ക വന്നത്. അല്ലെങ്കിൽ മമ്മൂയേട്ടൻ വന്നില്ല, ലാലു ഇക്ക വന്നില്ല. അത് വരില്ല, മലയാളിക്ക് ഒരിക്കലും വരില്ല. മമ്മൂക്ക വന്നാൽ ലാലേട്ടനും കൂടെ വന്നേ പറ്റൂ. ലാലേട്ടൻ വന്നാൽ മമ്മൂക്കയും കൂടി വന്നേ പറ്റൂ. ഒരു ക്രിസ്ത്യാനി കൂടി കയറി വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിനും ഇതുപോലൊരു, അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ ഒരു ക്രിസ്ത്യൻ പേര് വരുന്ന അപ്പച്ചനെന്നോ അപ്പനെന്നോ ഒക്കെ പറഞ്ഞിട്ടൊരു പേര് വന്നേനെ. ഇത് മലയാളിയുടെ ഒരു കുഴപ്പമാണ്. അതവിടെ നിൽക്കട്ടെ. അത് ജാതി കൃത്യമായി ഉണ്ട്. ഇന്നലത്തെ വിഷയത്തിൽ മോഹൻലാലായിരുന്നു ഇതുപോലെ കയറി നിന്ന് ചെന്നിട്ട് ടൗൺഷിപ്പ്. കാരണം മോഹൻലാലിന് അവിടെ കുറേ വസ്തുവൊക്കെ ഉണ്ടായിരുന്നതാണ്, അതൊക്കെ കൂടെ എടുത്തുകൊണ്ട് പോയതാണ്. അപ്പോൾ ആ മോഹൻലാലിനായിരുന്നു ഇന്നലെ അവിടെ ചെന്ന് നിന്ന് ഇതുപോലെയൊക്കെ ഈ CPM-കാരെങ്കിലും വന്ന് മോഹൻലാൽ എതിർത്തിരുന്നെങ്കിൽ മോഹൻലാലിനെ സംഗീത് പട്ടം കെട്ടിയേനെ, ചാപ്പ കെട്ടിയേനെ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവരെ കോൺഗ്രസ് ആക്കിയേനെ. അപ്പോൾ കോൺഗ്രസ് ആക്കുക, കമ്മ്യൂണിസ്റ്റ് ആക്കുക, സംഘിയാക്കുക, ഇങ്ങനെ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ പൂരങ്ങൾ നമുക്ക് കാണാമായിരുന്നു. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. മമ്മൂട്ടി പറഞ്ഞു, ഞാൻ CPM-ൻ്റെ ആളായിട്ട് വന്നതല്ല, ഞാനൊരു നല്ല കാര്യം നടക്കുന്നത് കാണാൻ വന്നതാണ് എന്ന് മമ്മൂട്ടി പറഞ്ഞതിനെ അദ്ദേഹം കൗണ്ടർ ചെയ്ത് കൊണ്ടുപോയി. എന്തായാലും 750 കോടി രൂപ കേരള സർക്കാരിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ജനങ്ങൾ കൊടുക്കാമെന്നുള്ള പൈസയ്ക്ക് പുറമെ ലുലു മാളിൻ്റെ യൂസഫ് അലി, രവിപ്പിള്ള, അതുപോലെ തമിഴ്നാട് ഗവൺമെൻറ്, കർണാടക ഗവൺമെൻറ്, CV ആനന്ദബോസ്, പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്ന ഡോക്ടർ CV ആനന്ദബോസ്, അതുപോലെ പ്രമുഖരായ കമ്പനികൾ, വ്യക്തികൾ, മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, DYFI, കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, ഇങ്ങനെ തുടങ്ങി ധാരാളം ആളുകൾ അവിടെ വരികയും അവർ നല്ല പണം ഓഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പണവും വീടുമൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടി നോക്കുമ്പോൾ 1000 കോടി രൂപ വരും. 400 കുടുംബങ്ങളെയാണ് അവിടെ അധിവസിപ്പിക്കേണ്ടി വരുന്നത്. ഒരു 600 കുടുംബങ്ങൾ, ഏകദേശം 600 കുടുംബങ്ങൾ വന്നു. പക്ഷേ ഒരു 400 കുടുംബത്തെ അധിവസിച്ചാൽ മതി, അല്ലെങ്കിൽ പുനരധിവസിപ്പിച്ചാൽ മതി. അതിന് അവർക്ക് ഇത്രയും കോടി രൂപ, 1000 കോടി രൂപ വരെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും 2, 3, 4, 5 കോടി രൂപ കൊടുക്കാൻ കഴിയുന്ന പണം അവിടെ വന്നിട്ടുണ്ട്. അത് ടൗൺഷിപ്പിന് ശേഷം എന്താ പണം ചെയ്യും, ബാലൻസ് ഉള്ള തുക എന്നറിയാനും താല്പര്യമുണ്ട്. 175 വീടുകളാണ് ഇപ്പോൾ 175, 171, 180 താഴെ വീടുകളാണ് വച്ചിരിക്കുന്നത്. ഇനിയും 400 എന്ന് പറയാൻ 10-200 വീടുകൾ കൂടി അവിടെ വയ്ക്കേണ്ടതുണ്ട്. അത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മമ്മൂട്ടിയുടെ ഇന്നലത്തെ സന്ദർശനത്തിനെ രാഷ്ട്രീയമാക്കി മാറ്റാനും അതിൻ്റെ സെൽഫിയൊക്കെ എടുത്ത് ഇലക്ഷനിൽ പോസ്റ്റർ അടിച്ച് ഇലക്ഷനിൽ ആളുകളെ വീട്ടിൽ കൊണ്ട് കൊടുത്തത് മമ്മൂട്ടി വന്നിരിക്കുന്നു, പിന്നെ വയനാട് ടൗൺഷിപ്പിനെ പ്രകീർത്തിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് സഹാക്കൾ വോട്ട് തരണം എന്ന് പറഞ്ഞ് പോകാനുള്ള വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മമ്മൂട്ടി നുളയിലെ നുള്ളി എന്ന് മാത്രമല്ല, മമ്മൂട്ടി അത് ഉറച്ച് പറയുന്നത് ചാനലുകളിലൊക്കെ വരികയും ചെയ്തു. മമ്മൂട്ടി വളരെ കൃത്യമായി പറഞ്ഞു, ഞാൻ വന്നത് ഒരു പാർട്ടിയുടെയും പ്രൊപ്പഗാൻഡയ്ക്കല്ല, ഞാൻ വന്നത് ഇവിടുത്തെ ജനങ്ങളുടെ, ജീവിച്ചിരിക്കുന്ന ചൂരൽമലയുടെ അപകടത്തിന് ശേഷം, ഉരുൾപൊട്ടലിന് ശേഷം ജീവിച്ചിരിക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണെന്ന് വന്നതോടുകൂടി പാർട്ടിയുടെ ഈ സെൽഫി എടുക്കാൻ പോയ സഹാക്കളുടെ പണി കിട്ടി. എന്തായാലും 8ൻ്റെ പണിയാണ് അവർക്ക് കിട്ടിയത്. വളരെ കഷ്ടമായിപ്പോയി. ഇതിനിടയിൽ ഞാൻ പറഞ്ഞ പോലെ മോഹൻലാലായിരുന്നു അവിടെ നിന്ന് ഇത്തരത്തിൽ പറഞ്ഞെങ്കിൽ അത് CPM-കാരെല്ലാം കൂടി മോഹൻലാലിന് പൊങ്കാലയിട്ട് സംഖ്യയാക്കിയാൽ. പക്ഷേ ഇപ്പം മോഹൻലാലിന് സംഖ്യയാക്കാനൊരു ബുദ്ധിമുട്ടുള്ളത്, മോഹൻലാൽ ഈ 20 എന്ന് പറഞ്ഞൊരു ടെലിഫിലിമിൽ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററിയിൽ
പിണറായിയോടൊപ്പം അഭിനയിക്കുകയും രണ്ടുപേരും പാട്ടും പാടുകയും പാൽപ്പായസം കുടിക്കുകയൊക്കെ ചെയ്ത് ഇപ്പോൾ ഒരു മോഹൻലാലിനെയും കൂടി ഒന്ന് ചാരയെ നിർത്തിയിട്ടുണ്ട്. അപ്പം മമ്മൂട്ടി നേരത്തെ തന്നെ ഉണ്ട് കൂടെ, മോഹൻലാലിനെയും കൂടി കൂടെ നിർത്താനുള്ള ശ്രമം പിണറായി കാണിച്ചിട്ടുണ്ട്. ഇനി ഏതൊക്കെ നടന്മാരാണ് കൂടെ നിൽക്കുക എന്നറിയില്ല. എന്തായാലും വലിയ PR വർക്കൊക്കെ നടക്കുന്നു. അതിനിടയിൽ കുറച്ച് വ്യക്തിത്വം മമ്മൂട്ടി കാണിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതേസമയം ഈ പല ആളുകളെയും സെലിബ്രിറ്റികളുണ്ടെങ്കിൽ അവരെയൊക്കെ കൂടെ നിർത്താനുള്ളൊരു കൗതുകം കൃത്യമായി ഉണ്ട്. ഇപ്പോൾ വേടനെ സംബന്ധിച്ചിടത്തോളം വേടൻ റാപ്പർ സംഗീതം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം ഇപ്പോൾ CPMൻ്റെ തെരഞ്ഞെടുപ്പ് ഗാനം പാടിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വേടനെ കോൺഗ്രസ്സുകാരോ BJPക്കാരോ മറ്റേതെങ്കിലും പാർട്ടി, ഈവൻ CPI പോലും അംഗീകരിക്കുന്ന വിഷയമില്ല. മറ്റൊരു പാർട്ടികളും വേടനെ ഇനി കണക്കാക്കുന്ന വിഷയമല്ല. കാര്യം വേടനെ ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ബ്രാൻഡ് ചെയ്തെടുക്കാൻ CPMനൊരു കഴിവുണ്ട്. അതിൻ്റെ ഒരു സൂത്രപ്പണിയാണ് ഇന്നലെ നടത്താൻ ശ്രമിച്ചത്. പക്ഷേ അത് മുളയിലെ മമ്മൂട്ടി നുള്ളിക്കളഞ്ഞു. മമ്മൂട്ടി പറഞ്ഞത് പറ്റില്ല, നിങ്ങൾ വന്ന് നിന്ന് ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ നിങ്ങൾ ദുരുപയോഗം ചെയ്യും എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് മമ്മൂട്ടി പറഞ്ഞത്. എന്തായാലും വളരെ കൃത്യമായി കാര്യങ്ങൾ വ്യത്യസ്തമായി നടക്കുന്നു. നമുക്കത് കാണാം. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കൃത്യമായി പൊളിറ്റിക്സിൽ നിന്ന് അപ്പുറമേ, കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ട്. ചിലപ്പോൾ അദ്ദേഹം മത്സരിക്കാൻ വരെ സാധ്യതയുണ്ട്. പല ഘട്ടങ്ങളിലും മമ്മൂട്ടിയെ രാജ്യസഭാ MP ആയിട്ടൊക്കെ CPMൻ്റെ രാജ്യസഭാ MP ആയിട്ട് പോലും തീരുമാനിച്ചതാണ്. എറണാകുളത്ത് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. അങ്ങനെ പല ഘട്ടങ്ങളിലും മമ്മൂട്ടിയുടെ പേര് എറണാകുളം മണ്ഡലത്തിൽ കയറി വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും മമ്മൂട്ടി അതിനകത്ത് പിടികൊടുത്തിട്ടില്ല. ഞാൻ രാഷ്ട്രീയ രംഗത്തേക്കില്ല, കലാകാരനാണെന്ന് പറയുന്നു. ഇനിയിപ്പോൾ വയസ്സായി സിനിമയൊക്കെ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ മമ്മൂട്ടി മത്സരിക്കുമോ? അപ്പോഴാണ് തൃപ്പൂണിത്തറയിൽ ശ്വേതാ മേനോൻ BJPയുടെ കാൻഡിഡേറ്റ് ആകുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ വന്നതിന് ശേഷം നമുക്ക് ശ്വേതാ മേനോനെ വെച്ച് വേറെ വീഡിയോ ചെയ്യാം. കാരണം അത് കുറച്ചുകൂടി വിശദാംശം അറിയേണ്ടതുണ്ട്. പക്ഷേ ഇന്നലെ ചില ഫോൾഡറുകളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി പോകുന്ന ഒരു ഫോട്ടോയാണ് ശ്വേതാ മേനോൻ്റെ. അവർ തൃപ്പൂണിത്തറയിൽ മത്സരിക്കുകയാണ്. രമേഷ് പിഷാരടി പാലക്കാട് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സിനിമാ നടന്മാരും നടികളുമൊക്കെ രംഗത്ത് വരുന്നു. അതിൽ മമ്മൂട്ടിയും വരുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. മോഹൻലാൽ എന്തായാലും മത്സരിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇനി അടുത്ത അവാർഡ് മോഹൻലാൽ അവാർഡ് എന്നൊക്കെ പറഞ്ഞ് മോഹൻലാലും ഉണ്ട്. മേജർ രവി ഇതിനിടയിലാണ് സിനിമ അഭിനയിക്കുകയും സിനിമ എടുക്കുകയും ചെയ്തിട്ടുള്ള മേജർ രവി ഒറ്റപ്പാലത്ത് മത്സരിക്കുന്നു. അങ്ങനെ സിനിമാ താരങ്ങളും സെലിബ്രിറ്റികളുമൊക്കെ പിന്നെ അതുപോലെ തന്നെ അഖിൽ മാരാർ, അദ്ദേഹം ബിഗ് ബോസിൻ്റെ സെലിബ്രിറ്റിയാണ്. ഡോക്ടർ റോബി ജോൺസൺ സംതിങ് ലൈക്ക് ദാറ്റ്. അതായത് ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് അവാർഡ് കിട്ടിയിട്ടുള്ള ആൾ ഡോക്ടർ റോബി. അപ്പോൾ അദ്ദേഹവും ഒക്കെ മത്സരിക്കുന്നു. അങ്ങനെ സെലിബ്രിറ്റി മോഡിലുള്ളവർ, അത് സീരിയൽ നടന്മാരാകട്ടെ, പിന്നെ കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം തിരുവനന്തപുരത്ത് ഇങ്ങനെ ആടിയൊളഞ്ഞ് നിൽക്കുകയാണ്. വട്ടിയൂർക്കാവ് കിട്ടുമെന്നാണ് കൃഷ്ണകുമാർ വിചാരിച്ചത്. പക്ഷേ വട്ടിയൂർക്കാവ് കൊടുത്തില്ല. പകരം ഇനിയിപ്പോൾ കൊടുക്കാൻ സാധ്യതയുള്ള മണ്ഡലം തിരുവനന്തപുരം സെൻട്രലാണ്. പക്ഷേ അവിടെ കരമന ജയനുണ്ട് ഒരു സ്ഥാനാർത്ഥിയായി. അതിലാർക്ക് കൊടുക്കുമെന്ന് അറിയില്ല. എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നലെ നടന്നത്. മമ്മൂട്ടി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. മോഹൻലാലായിരുന്നെങ്കിൽ അദ്ദേഹം പിണറായി വിജയനുമായി അഭിനയിച്ചെങ്കിലും അദ്ദേഹം ഇന്നലെ ഒരു ദിവസത്തേക്കെങ്കിലും സംഖ്യയായേനെ. എന്തായാലും സംഖ്യയായാലും കമ്മിയായാലും സുഡാപ്പിയായാലും കൊങ്ങിയായാലും കലാകാരന്മാർ വ്യക്തിത്വം നിലനിർത്തണം എന്നുള്ളതാണ് അവരോട് നമുക്ക് പറയാനുള്ളത്.